ഇതിൽ ആദ്യ ക്വസ്റ്റ്യൻ നോക്കി, എ കണ്ടക്ടിങ് വയർ എ ബി ഈസ് ബെൻഡ് ഇൻ ടു എ ലൂപ്പ് ഹാസ് ഷോൺ ഇൻ ദ ഫിഗർ. ഒരു കണ്ടക്ടിങ് വയർ, അതായത് കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു വയർ നമ്മൾ എടുത്തേക്കാണ്. അതിന് എ ബി എന്ന് പേരിട്ടു. അതൊരു സർക്കുലാർ ലൂപ്പ് ആക്കിയത്, സർക്കുലാർ ഷേപ്പിൽ നമ്മൾ അതിന് എടുത്തേക്കാണ്. അതിനോട് ഒരു ബെൽ സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കി, വെൻ ദ സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ. ഈ ഒരു സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഈ എ ബി എന്ന് പറഞ്ഞ ഈ ഒരു പോയിന്റിലുണ്ടല്ലോ, ഈ ഒരു കണ്ടക്ടറിലുള്ള ഒരു പോയിന്റാണ് എയും ബിയും. അപ്പൊ എയിലും ബിയിലും ഉള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഓൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ കറണ്ട് ഒഴുകുമ്പോഴാണ് ഈ ഒരു കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും നമ്മൾ പറഞ്ഞു. അപ്പൊ എയിലും ബിയിലും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ടെക്സ്റ്റിലുള്ള അതേ ഫിഗറിനെ ആസ്പദമാക്കിയിട്ടാണ് ലെറ്റ്സ് എസ്എസിൽ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ എ എന്ന് പറഞ്ഞ പോയിന്റിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡും ബിക്ക് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ കറണ്ട് ഒഴുകുന്ന ഡയറക്ഷൻ നിങ്ങൾ ആദ്യം പഠിക്കുക. പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ട്, അതായത് വലിയ വര തൊട്ട് ചെറിയ വര. അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ കറണ്ട് ഒഴുകുന്നത് എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഒഴുകുന്നത്. അപ്പോൾ അവിടുത്തെ എക്ക് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. ബിക്ക് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനുള്ള ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, സ്റ്റേറ്റ് ദ ലോ യൂസ്ഡ് ഫോർ ദിസ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫിഗർ തന്നിട്ട് ഇതിന് 2 പോയിന്റിന് ചുറ്റുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോടനുബന്ധിച്ച് കിടക്കുന്ന ലോ എന്ന് പറഞ്ഞത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ്. എന്താണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പറയുന്നത്? നമ്മുടെ വലത് കൈയിൽ ഒരു കണ്ടക്ടർ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ആ തമ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് കറണ്ടിന്റെ ഡയറക്ഷനെയാണ്. അതുപോലെ തന്നെ ആ കണ്ടക്ടർ ഹോൾഡ് ചെയ്തിരിക്കുന്ന 4 വിരലുകൾ അല്ലെങ്കിൽ ആ 4 ഫിംഗേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡിനെയാണ്. അപ്പൊ ഇതിനോടനുബന്ധിച്ച് കിടക്കുന്ന ലോ ആണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്. ഇനി എക്സ്പ്ലെയിൻ ഹൗ ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ എ കണ്ടക്ടിങ് ലൂപ്പ്. ഒരു കണ്ടക്ടിങ് ലൂപ്പിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം. ഇതൊരു കണ്ടക്ടിങ് ലൂപ്പ് നമുക്കറിയാം. അപ്പൊ ഇവിടുത്തെ കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞത് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ട്. അപ്പൊ ഈ ഒരു ഫിഗർ തന്ന പോലെ തന്നെ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ട് വരുമ്പോൾ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇവിടെ കറണ്ട് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഒരു കണ്ടക്ടിങ് ലൂപ്പിൽ കറണ്ട് മൂവ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞത് ഉള്ളിലോട്ടായിരിക്കും, അതായത് കോയിലിന്റെ ഉള്ളിലോട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് വരാം. അതൊരു തിയറിയാണ്, നമുക്കത് എക്സ്പെരിമെന്റ് ചെയ്ത് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ പഠിച്ചിരിക്കുക, കറണ്ടിന്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസിലാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞത് ഇൻ ടു ദ കോയിൽ, ഉള്ളിലോട്ടായിരിക്കും. അതൊന്ന് പഠിച്ചു വെക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ ഇൻ ടു ദ കോയിലാണ് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ ഈ ഒരു ഫിഗർ ഞാൻ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും, അതായത് കറണ്ട് ഒന്ന് റിവേഴ്സ് ചെയ്യാം. റിവേഴ്സ് ചെയ്യുമ്പോൾ കണ്ട പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ടാണ് പിന്നെ കറണ്ട് ഒഴുകുന്നത്. നേരത്തെ ഫിഗർ ഇങ്ങനെയായിരുന്നു അല്ലെ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഫിഗറിൽ കറണ്ട് ഒഴുകുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് കറണ്ട് ഒഴുകുന്നതെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ദ കോയിലാണ്, അതായത് കോയിലിന്റെ പുറത്തേക്ക് ഇരിക്കും. അപ്പൊ ഈ ഒരു കാര്യം പഠിച്ചിരിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എ ബി ഈസ് മാർക്ക്ഡ്. കണ്ട, ഈ എ ബി എന്ന് പറയുന്നത് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആണ്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനാണ് തന്നേക്കുന്നത്. അങ്ങനെയെങ്കിൽ ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട്. കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ഇലക്ട്രിക് കറണ്ടിന്റെ ഡയറക്ഷൻ ആണ്. ഈ കണ്ടക്ടറിലൂടെയുള്ള കറണ്ടിന്റെ ഡയറക്ഷനാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് കൊടുക്കുന്ന ലോ ഏതാന്ന് കൂടി ചോദിച്ചിട്ടുണ്ട്. ആ ലോ എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം, എ ബി എന്ന് പറയുന്നത് ഒരു കറണ്ട് ക്യാരിയിങ് ആയിട്ടുള്ള ഒരു കണ്ടക്ടറാണ്. ഈ ഒരു കണ്ടക്ടർ നമ്മൾ നമ്മുടെ റൈറ്റ് ഹാൻഡിൽ പിടിക്കുമ്പോൾ ആ തമ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇലക്ട്രിക് കറണ്ടിന്റെ ഡയറക്ഷനെയും അതുപോലെ തന്നെ ആ കണ്ടക്ടർ പിടിച്ചിരിക്കുന്ന 4 വിരലുകൾ റെപ്രസെന്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനുമാണ്. ഈ ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് ആണ് ഈ ഒരു ഫിഗറിൽ
കൊടുത്തിരിക്കുന്നത് ഒരു കണ്ടക്ടർ നമ്മൾ നമ്മുടെ റൈറ്റ് ഹാൻഡോട് പിടിക്കുമ്പോൾ തമ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് കറണ്ടിന്റെ ഡയറക്ഷനെയാണ്. 4 വിരലുകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന 4 വിരലുകൾ റെപ്രസെന്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനെയാണ്. അപ്പോൾ ഈ ഒരു എ ബി എന്ന് പറഞ്ഞ് നേരെ നമുക്ക് പിടിക്കാം, എങ്ങനെ വേണമെങ്കിൽ പിടിക്കാം. ക്വസ്റ്റ്യനിൽ നമുക്ക് എങ്ങനെയാണോ ഫിഗർ തന്നേക്കുന്നത് ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ കണ്ടക്ടർ പിടിക്കാൻ. അപ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് തമ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് കൊണ്ട് ബിന്ന് എയിലോട്ടായിരിക്കും ആ കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇവിടുന്ന് ബിന്ന് എയിലോട്ടായിരിക്കും. അതുപോലെ തന്നെ ഇവിടെയുള്ള റൂൾ എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ്. ക്വസ്റ്റ്യൻ നോക്കി, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ മാഗ്നറ്റിക് പോളാരിറ്റി ഓഫ് എ കറണ്ട് ക്യാരിങ് സോളിനോയിഡ്. അപ്പോൾ ഇവിടെ ഒരു സോളിനോയിഡ് ഞാൻ വരച്ചിട്ടുണ്ട്. ഈ സോളിനോയിഡിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നത് കണ്ട, ഇവിടെ ഒരു ആരോ മാർക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കറണ്ട് പോകുന്നത് അല്ലെ. കറണ്ടിന്റെ ദിശ എന്ന് പറയുന്നത് ഇത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇവിടെ ഈ ഒരു ഭാഗത്ത് കറണ്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ആ ഒരു ഭാഗം എന്ന് പറയുന്നത് സൗത്ത് ആയിരിക്കും. ഇനി കറണ്ട് ഈ ഒരു ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കറണ്ട് പോകുന്നത് കണ്ട ഇങ്ങനെയാണ്, അതായത് ഇങ്ങനെ, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പം ആ ഒരു ഭാഗമാണെങ്കിൽ നോർത്ത്. അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ സൗത്തും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ അത് നോർത്തും. അതിനോടനുബന്ധിച്ചിട്ട് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ നിങ്ങൾ നോക്കാം. ഇഫ് ദ കറണ്ട് ഇൻ വൺ എൻഡ് ഓഫ് ദ സോളിനോയിഡ് ഈസ് ക്ലോക്ക് വൈസ്, കണ്ട ഒരു എൻഡിൽ ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് നോർത്ത് പോളാണ്. അപ്പോൾ ഈ ഒരു സംഭവം ഇവിടെ എന്ന് പറയുന്നത് തെറ്റാണ്. ഇനി ഇഫ് ദ കറണ്ട് ഇൻ വൺ എൻഡ് ഓഫ് ദ സോളിനോയിഡ് ഈസ് ക്ലോക്ക് വൈസ് ദാറ്റ് എൻഡ് ഈസ് സൗത്ത് പോൾ, അല്ലെ കറക്റ്റ് ആണ്. ഒരു എൻഡിൽ ക്ലോക്ക് വൈസിലാണെങ്കിൽ ആ എൻഡ് എന്ന് പറയുന്നത് സൗത്ത് പോൾ ആണ്. ഇനി ബി ശരിയാന്ന് വെച്ചിട്ട് അടുത്ത 2 ഓപ്ഷൻ നോക്കാണ്ടിരിക്കരുത്. ഇഫ് ദ കറണ്ട് ഇൻ വൺ എൻഡ് ഓഫ് ദ സോളിനോയിഡ് ഈസ് ആന്റി ക്ലോക്ക് വൈസ് ദാറ്റ് എൻഡ് ഈ സൗത്ത് പോൾ, തെറ്റല്ലേ. ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ആ എൻഡ് എന്ന് പറയുന്നത് നോർത്ത് പോൾ ആയിരിക്കും. അപ്പൊ സി ഓപ്ഷൻ തെറ്റാണ്. നൺ ഓഫ് ദ എബോവ്, ഇതിലെല്ലാ ആൻസറും ശരിയല്ല എന്നാണ് പറയുന്നത്, അതും തെറ്റാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ഏത് എൻഡിലാണോ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഉള്ളത് ആ എൻഡ് സൗത്ത് പോൾ ആയിട്ടും ഏത് എൻഡിലാണോ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് പോകുന്നത് ആ എൻഡ് എന്ന് പറഞ്ഞത് നോർത്ത് പോൾ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കി, ഒബ്സർവ് ദ ഡയഗ്രാം, ഐഡന്റിഫൈ ദ ഡിവൈസ്. ഇവിടെ തന്നിരിക്കുന്ന ഡിവൈസ് ഏതാണ്? ഇലക്ട്രിക് മോട്ടോറിന്റെ ഫിഗറാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റിന്റെ ആൻസർ ഇലക്ട്രിക് മോട്ടോർ എന്നാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, ടു റൊട്ടേറ്റ് ദ ആർമേച്ചർ ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വിച്ച് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ഷുഡ് ബി കണക്റ്റഡ് ടു ദ പോയിന്റ് എക്സ്. ഈ ആർമേച്ചർ എന്ന ഭാഗം, ഈ ABCD എന്ന് പറയുന്ന ഈ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു സംഭവമാണ് ആർമേച്ചർ. ഈ ആർമേച്ചർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യണമെങ്കിൽ എക്സ് എന്ന് പറഞ്ഞ ഈ ഭാഗം ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിനോടാണോ നെഗറ്റീവ് ടെർമിനലിനോടാണോ കണക്ട് ചെയ്യേണ്ടത് എന്നൊരു ക്വസ്റ്റ്യനോട് ചോദിച്ചേക്കുന്നത്. നമുക്കത് എങ്ങനെ പഠിക്കാം? അതാണ് ഇലക്ട്രിക് മോട്ടോറിന്റെ കാര്യങ്ങൾ നമ്മൾ എങ്ങനെ പഠിച്ച. എക്സ് എന്ന് പറഞ്ഞ ഈ ഭാഗം പോസിറ്റീവിനോടും കണ്ട വൈ എന്ന് പറഞ്ഞ ഭാഗം ഈ നെഗറ്റീവിനോടും കണക്ട് ചെയ്യുമ്പോൾ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും, അതായത് ഇങ്ങനെ. അപ്പൊ AB എന്ന് പറഞ്ഞത് അടിയിലേക്ക് പോവും, CD എന്ന് പറയുന്നത് മുകളിലോട്ട് വരും. എന്നാലാണ് ഇത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുള്ളൂ. അപ്പൊ ഒരു കാര്യം നമ്മൾ നന്നായി പഠിച്ചു. പക്ഷെ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് ആർമേച്ചർ എന്നീ പറഞ്ഞ ഭാഗം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ ബാറ്ററിയുടെ ടെർമിനൽ ഒന്ന് മാറ്റിയാൽ മതി. നമ്മളിവിടെ കറക്റ്റ് പഠിച്ചത് എക്സ് പോസിറ്റീവ് ടെർമിനലോട് കണക്ട് ചെയ്യുമ്പോഴാണ് ആന്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യാന്നാണ്. അപ്പോൾ എക്സ് നെഗറ്റീവ് ടെർമിനലോട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആർമേച്ചർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അപ്പൊ ബാറ്ററിയുടെ ടെർമിനൽ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അപ്പൊ ഇവിടുത്തെ എക്സ് ഏത് ഭാഗത്തോട് കണക്ട് ചെയ്യണം? നെഗറ്റീവ് ടെർമിനലോട് കണക്ട് ചെയ്യണം. ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, വാട്ട് ഈസ് ദ നെസസിറ്റി ഓഫ് യൂസിങ് എ സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്റർ ഇൻ ദിസ് ഡിവൈസ്. ഈ ഡിവൈസിലുള്ള സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്ററിന്റെ ആവശ്യകത എന്താണ്? ഈ ആർമേച്ചർ പകുതി റൊട്ടേഷൻ കഴിയുമ്പോൾ ഈ കറണ്ടിന്റെ ഡയറക്ഷൻ ഒന്ന് റിവേഴ്സ് ചെയ്യണം അല്ലെ. ഈ ആർമേച്ചർ കറങ്ങി പകുതി ആവുമ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക എന്നൊരു ഡ്യൂട്ടിയാണ് സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്ററിനുള്ളത്. അപ്പോൾ സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്ററിനെ നമുക്ക് S1 S2 വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ R1 R2 വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. പരീക്ഷയ്ക്ക് ഇപ്പോൾ S1 S2 എന്ന് തന്നാലും അത് സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്ററിനെയാണ് സൂചിപ്പിക്കുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഡൈഫ്രം ഇൻ ദ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിലുള്ള ഡൈഫ്രത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? ടു കൺവേർട്ട് മെക്കാനിക്കൽ എനർജി ഇൻ ടു സൗണ്ട് വേവ്. ഒരു പുതിയ പോയിന്റ് കേട്ടാ, മെക്കാനിക്കൽ എനർജീനെ സൗണ്ട് വേവ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നൊരു ഡ്യൂട്ടിയാണ് ഡൈഫ്രത്തിനുള്ളത്. പഠിച്ചിരിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി, എ കണ്ടക്ടർ ഈസ് ഹെൽഡ് അബോവ് ആൻഡ് പാരലൽ ടു ദ മാഗ്നറ്റിക് നീഡിൽ. അപ്പോൾ ഹെൽഡ് അബോവ് എന്ന് പറയുമ്പോൾ ഈ നീഡിലിന്റെ മുകളിലായിട്ടാണ് കണ്ടക്ടർ വെച്ചേക്കുന്നത്.
ഈ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് ഈ നീഡിലിന്റെ മുകളിലായിട്ടാണ് കണ്ടക്ടർ വെച്ചിരിക്കുന്നത്. വാട്ട് കോസസ് ദ മാഗ്നറ്റിക് നീഡിൽ ടു ഡിഫ്ലക്ട് വെൻ ദ സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ. ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഈ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? നമുക്കറിയാം ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇതിലൂടെ കറണ്ട് ഒഴുകുന്നു. കറണ്ട് ഒഴുകുന്നത് മൂലം അതിനു ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസ് വരുന്നതുകൊണ്ടാണ് ഈ ഒരു നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നത്. ഇനി സജസ്റ്റ് 2 ways to reverse the direction of this deflection. അപ്പോൾ ഈ ഡിഫ്ലക്ഷൻ ഇപ്പം ഇങ്ങോട്ടാണെങ്കിൽ ഈ ഡിഫ്ലക്ഷൻ ഇങ്ങോട്ടാക്കാൻ, അതായത് നേരെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാം? ഒന്ന്, കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യാം. ഇപ്പം ഇവിടെ കറണ്ട് ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവാണ്. നമുക്ക് ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും ആക്കാം. അതിന് വേണ്ടിയിട്ട് അതിനെ പറയുന്നതാണ് റിവേഴ്സ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുക. അല്ലെങ്കിൽ ഈ ഒരു കണ്ടക്ടർ നീഡിലിൻ്റെ താഴെ വയ്ക്കുക. അറേഞ്ച് ദ കണ്ടക്ടർ ബിലോ ദ മാഗ്നറ്റിക് നീഡിൽ. ഇപ്പോൾ ഇരിക്കുന്നത് മാഗ്നറ്റിക് നീഡിലിൻ്റെ മുകളിലാണ്. പക്ഷെ ഈ ഒരു ഡയറക്ഷൻ, ഈ ഒരു ഡിഫ്ലക്ഷൻ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നീഡിലിൻ്റെ അടിയിൽ കൊണ്ട് ഈ ഒരു കണ്ടക്ടർ വെച്ചാൽ മതി. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഒന്ന്, കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുക. അതുപോലെ തന്നെ ഈ കണ്ടക്ടറിനെ നീഡിലിൻ്റെ അടിയിൽ കൊണ്ടുവയ്ക്കുക. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, 2 ഫിഗർ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ഈ 2 ഫിഗറിന്റെ അടിയിലും ഒരു മാഗ്നറ്റിക് നീഡിൽ തന്നിട്ടുണ്ട്. ഈ മാഗ്നറ്റിക് നീഡിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണോ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണോ റൊട്ടേറ്റ് ചെയ്യുക എന്നൊരു കാര്യം ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആ ആൻസർ ജസ്റ്റിഫൈ ചെയ്യുക, ഒന്നെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ഫിഗർ നമ്മൾ എടുക്കുകയാണെങ്കിൽ കറണ്ട് എപ്പോഴും മൂവ് ചെയ്യുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ്. കണ്ട, ഈ നീഡിൽ എങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം തന്നെ കറണ്ടിൻ്റെ ഡയറക്ഷൻ നമ്മളൊന്ന് മനസ്സിലാക്കുക. വലിയ വര എന്ന് പറയുന്നത് പോസിറ്റീവും ചെറിയ വര എന്ന് പറയുന്നത് നെഗറ്റീവും. അപ്പോൾ കറണ്ട് ഒഴുകുന്നത് ഇങ്ങനെയാണ്, അതായത് ഇങ്ങനെ. കണ്ട, ഈ ഒരു ഇങ്ങനത്തെ റൊട്ടേഷൻ എന്ന് പറഞ്ഞത് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനാണ്. അപ്പോൾ ഇവിടുത്തെ നീഡിലും ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ആൻറ്റി നോർത്ത് പോൾ എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരും. കണ്ട, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നീഡിൽ റൊട്ടേറ്റ് ചെയ്യുക. സെക്കൻഡ് ഫിഗറിലാണെങ്കിൽ കറണ്ട് ഒഴുകുന്നത് കണ്ട ഇങ്ങനെ. കണ്ട, പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ട്. അതെന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഈ നീഡിലും ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഫിഗർ എയിൽ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ഫിഗർ ബിയിൽ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. എന്തുകൊണ്ടാണ്? ജസ്റ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഈ കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യും. കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. മാഗ്നറ്റിക് നീഡിലിൻ്റെ ചുറ്റും എപ്പോഴും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. അതൊരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മാഗ്നറ്റിക് നീഡിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് ചുറ്റുമുണ്ടാവുന്ന, ഈ കണ്ടക്ടറിന് ചുറ്റുമുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡും ഈ മാഗ്നറ്റിക് നീഡിലിന് ചുറ്റുമുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ ഒരു അട്രാക്ഷനോ അല്ലെങ്കിൽ ഒരു റിപ്പൽഷനോ വരുമ്പോഴാണ് ഈ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഈ നീഡിലേക്ക് എന്തെങ്കിലും ഒരു ഫോഴ്സ് വരുമ്പോഴാണ് ഈ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പം മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസ് കൊണ്ടാണ് ഈ നീഡിൽ അവിടെ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഈ മാഗ്നറ്റിക് നീഡിലിന്റെ ഡിഫ്ലക്ഷൻ എങ്ങോട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ അതേ സ്ഥലത്തേക്ക് തന്നെയായിരിക്കും, അതേ ദിശയിലേക്ക് തന്നെയായിരിക്കും ഈ മാഗ്നറ്റിക് നീഡിലും ഡിഫ്ലക്റ്റ് ചെയ്യുക എന്നൊരു ആശയം കൂടി നിങ്ങൾ പഠിച്ചിരിക്കും. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, ഇവിടെ ഒരു എക്രിലിക് ഷീറ്റ് വെച്ചിട്ടുണ്ട്. ഇതിന് തൊട്ട് മുകളിലായിട്ട് സർക്കുലർ ഷേപ്പിലുള്ള ഒരു മാഗ്നറ്റ്, റിംഗ് മാഗ്നറ്റ് കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മളെ ഫേസ് ചെയ്തിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് സൗത്ത് പോളാണ്. ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയിൽ 3 കോപ്പർ വയർ, ഈ AB എന്ന് പറഞ്ഞ കോപ്പർ വയർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും കറണ്ട് ഓൺ ചെയ്യുമ്പോൾ. അപ്പൊ ഈ AB എന്ന് പറഞ്ഞ ഈ ഒരു വയർ മാത്രം, ഈ ഒരു കോപ്പർ റോഡ് മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. ഇനി ഇത് ഈ ഒരു വേറെ 2 കോപ്പർ വയർ ഇങ്ങനെ പാരലായിട്ട് വെച്ചിട്ടുണ്ട്. അത് ഏത് ടെർമിനലിലോട്ടാണ് കണക്ട് ചെയ്തതെന്നൊരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടില്ല. പക്ഷെ കണക്റ്റിംഗ് വയറിന്റെ കളർ നോക്കുമ്പോൾ തന്നെ നമുക്കറിയണം അത് ഏത് ടെർമിനലിലോടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന്. റെഡ് നിറത്തിലുള്ള വയർ ആണെങ്കിൽ അത് പോസിറ്റീവ് ടെർമിനലിലോടാണ് കണക്ട് ചെയ്യുക. ബ്ലൂ ആണെങ്കിൽ അത് നെഗറ്റീവ് ടെർമിനലിലോടാണ് കണക്ട് ചെയ്യുന്നത്. ഇപ്പൊ ബാറ്ററിയിൽ റെഡ് വയർ ആണെങ്കിൽ അത് പോസിറ്റീവ് ടെർമിനലിലോടും ബ്ലൂ വയർ ആണെങ്കിൽ അത് നെഗറ്റീവ് ടെർമിനലിലോടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നോർത്തും സൗത്തും നമ്മൾ ഫേസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നന്നായി പഠിക്കണം. ഇതിനോട് ബന്ധപ്പെട്ട ലോ എന്ന് പറഞ്ഞത് ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. അപ്പൊ അത് വെച്ച് നമുക്ക് നന്നായി തന്നെ അത് പഠിക്കുക. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും.
നോക്കി നമ്മൾ പറഞ്ഞു നോർത്ത് ഫേസ് ചെയ്തിരിക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് മുകളിലോട്ടായിരിക്കും. അപ്പൊ ഈ ഫസ്റ്റ് ഫിംഗർ അഥവാ ഫോർ ഫിംഗർ അഥവാ ചൂണ്ടുവിരൽ എന്നൊക്കെ പറഞ്ഞത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഈ ഒരു കറണ്ടിന്റെ ഡയറക്ഷൻ നോക്കിയേ, പോസിറ്റീവ് വയറിൽ നിന്ന് തുടങ്ങി എയിൽ ബിയിലെത്തി ഈ ഒരു നീല വയറിലേക്ക് ചെന്നിട്ട് ഈ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കുന്നു. അപ്പൊ കറണ്ട് പോകുന്നത് കണ്ടത് ഇങ്ങനെയാണ്. അപ്പൊ ആ ഒരു സംഭവമാണ് സെക്കൻഡ് ഫിംഗർ എന്ന് പറഞ്ഞ ഈ ഒരു വരിൽ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇത് കറണ്ടിന്റെ ഡയറക്ഷൻ ആണെങ്കിൽ എ ബി എന്ന് പറഞ്ഞ ഈ കണ്ടക്ടർ മൂവ് ചെയ്യുന്നത് ഫോഴ്സിന്റെ ഡയറക്ഷനിലോട്ടായിരിക്കും. ഫോഴ്സിന്റെ ഡയറക്ഷൻ സൂചിപ്പിക്കുന്നത് തമ്പാണ്. അപ്പൊ എ ബി മൂവ് ചെയ്യുന്നത് ക്യൂവിലോട്ടായിരിക്കും. അപ്പൊ നോർത്തിന്റെ കാര്യം വരുമ്പോൾ എ ബി മൂവ് ചെയ്യുന്നത് ക്യൂവിലോട്ടാണെങ്കിൽ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാണ്ട് തന്നെ നമുക്കറിയാം സൗത്ത് വരാണെങ്കിൽ എ ബി മൂവ് ചെയ്യുന്നത് പിയിലോട്ടായിരിക്കും. ഇനി നോർത്തിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അതായത് ഇപ്പൊ ഇവിടെ പോസിറ്റീവ് ആണ്, നമുക്കറിയാം ഇത് നെഗറ്റീവ് ആണ്. ഇനി കറണ്ട് ഒന്ന് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് ആക്കി ഇവിടെ പോസിറ്റീവ് ആവാണെങ്കിൽ നോർത്തിൽ എന്തായിരിക്കും? ആദ്യം പോയത് ക്യൂവിന്റെ അടുത്തേക്കാണെങ്കിൽ കറണ്ട് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പോകുന്നത് പിന്റെ അടുത്തേക്കായിരിക്കും. ആ ഒരു കാര്യം കൂടി ഓർത്തു വയ്ക്കാം. അപ്പോൾ നോർത്ത് ഫേസ് ചെയ്യുമ്പോൾ എ ബി മൂവ് ചെയ്യുന്നത് ക്യൂവിന്റെ ഡയറക്ഷനിലോട്ടാണെങ്കിൽ സൗത്ത് വരാണെങ്കിൽ എ ബി മൂവ് ചെയ്യുന്നത് പിന്റെ ഡയറക്ഷനിലോട്ടായിരിക്കും. ഇവിടെ അനുബന്ധിച്ച് കിടക്കുന്ന ലോ എന്ന് പറഞ്ഞത് ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. അപ്പോൾ ഇങ്ങനെ വിരലുകൾ പിടിച്ച് നോക്കാൻ അറിയാത്തവര് ഇങ്ങനെ ബൈഹാർട്ടി തന്നെ പഠിച്ചു വെക്കും. ഇനി നമ്മൾ നോക്കി സൗത്തിലാണ് നമ്മൾ പോയിന്റ് നമ്മുടെ ഫേസിലേക്ക് പോയിന്റ് ചെയ്തിരിക്കുന്നെങ്കിൽ നോർത്തിലോട്ടാണെങ്കിൽ നമ്മൾ പറഞ്ഞു ക്യൂയിലോട്ടാണ് മൂവ് ചെയ്യാറ്. സൗത്തിലോട്ടാണെങ്കിൽ അത് പിയിലോട്ടാണ് മൂവ് ചെയ്യുക. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞത് കണ്ട അടിയിലോട്ടാണ്, നോർത്തിലേക്ക് മുകളിലോട്ടാണ് വന്നെങ്കിൽ സൗത്ത് നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പോകുന്നത് അടിയിലോട്ടാണ്. കറണ്ട് സാധാരണ പോലെ പോസിറ്റീവ് നെഗറ്റീവ് ഉള്ള പോലെ പോകണു. അപ്പോൾ അവിടുത്തെ ഫോഴ്സ് വരുന്നത് ഇങ്ങോട്ടായിരിക്കും, പിന്റെ അടുത്തേക്കായിരിക്കും. അതായത് റൈറ്റ് സൈഡിലേക്കായിരിക്കും. തമ്പ്, ത്രസ്റ്റ്, ഫോഴ്സ് എന്നൊക്കെ പറയുന്നത് ഈ കണ്ടക്ടർ മൂവ് ചെയ്യുന്നത് റൈറ്റിലോട്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ എ ബി പിയിലോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ കണ്ട ഈ ഫ്ലെമിങ്സിന്റെ ഈ ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് നമ്മളിങ്ങനെ നമ്മുടെ ഫിംഗേഴ്സ് പിടിച്ചു നോക്കുകയാണെങ്കിൽ എളുപ്പമായിട്ട് ഫോഴ്സിന്റെ ഡയറക്ഷൻ തമ്പ് റെപ്രസെന്റ് ചെയ്യുന്ന ഏത് ഭാഗത്തേക്കാണോ ആ ഭാഗത്തേക്ക് തന്നെയായിരിക്കും ഈ കണ്ടക്ടറും മൂവ് ചെയ്യുക എന്നൊരു കാര്യം നമുക്ക് കിട്ടും. ആൻസർ എന്ന് പറയുന്നത് ടുവേർഡ്സ് പി ആ നമുക്കറിയാം. ഇനി നോക്കിയേ, വാട്ട് ഹാപ്പൻസ് ഇഫ് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് റിവേഴ്സ്ഡ്? ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക, ഫസ്റ്റ് ഈ ഒരു റെഡ് ലൈൻ എന്ന് പറയുന്നത് പോസിറ്റീവും ഈ ബ്ലൂ എന്ന് പറയുന്നത് നെഗറ്റീവും നമ്മൾ പറഞ്ഞു. ഇനി കറണ്ട് ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് ആവും, ഇത് പോസിറ്റീവ് ആവും. ആദ്യം ഈ എ ബി പോയത് പിന്റെ അടുത്തേക്കാണെങ്കിൽ കറണ്ട് റിവേഴ്സ് ചെയ്യുമ്പോൾ ഈ സംഭവം പോകുന്നത് എവിടേക്കായിരിക്കും? ക്യൂവിന്റെ അടുത്തേക്കായിരിക്കും. ഇപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ക്യൂ ആണ്. ക്വസ്റ്റ്യൻ നോക്കി, ഐഡന്റിഫൈ ദ ഡിവൈസ്. ഇതിൽ കാണുന്ന ഡിവൈസ് ഏതാണ്? മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ ആണ്. വാട്ട് ഈസ് ഇറ്റ്സ് വർക്കിംഗ് പ്രിൻസിപ്പിൾ? ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏതാണ്? ഏത് പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ വർക്ക് ചെയ്യുന്നത്? മോട്ടോർ പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ നടക്കുന്ന എനർജി കൺവേർഷൻ എന്ന് പറഞ്ഞത് ഇലക്ട്രിക്കൽ എനർജീനെ സൗണ്ട് എനർജിയാക്കി മാറ്റുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ലേബിൾഡ് പാർട്സ് നെയിം ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എ എന്ന് പറഞ്ഞത് വോയിസ് കോയിൽ ആണ്, സി എന്ന് പറഞ്ഞത് ഫീൽഡ് മാഗ്നറ്റ് ആണ്, ഡി എന്ന് പറഞ്ഞത് കണക്റ്റിംഗ് വയേഴ്സ് ആണ്, ബി എന്ന് പറയുന്നത് ഡൈഫ്രം ആണ്, ഇ എന്ന് പറഞ്ഞത് സോഫ്റ്റ് അയൺ ഷീൽഡിംഗ് ആണ്. നെയിം അനദർ ഡിവൈസ് ദാറ്റ് വർക്ക് ഓൺ ദ സെയിം പ്രിൻസിപ്പിൾ. മോട്ടോർ പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്ന മറ്റൊരു ഡിവൈസിന്റെ പേര് എഴുതാം. എന്താണത്? ഇലക്ട്രിക് മോട്ടോറോ മോട്ടോർ പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, എ വുഡൻ ബ്ലോക്ക് കണ്ടെയ്ൻ മെർക്കുറി ബിറ്റ്വീൻ നോർത്ത് ആൻഡ് സൗത്ത് പോൾ ആണ് ഒരു വുഡൻ ബ്ലോക്ക്. അപ്പൊ ഇവിടെ ഒരു മാഗ്നറ്റ് കൊണ്ടുവച്ചിട്ടുണ്ട്, നോർത്തും സൗത്തും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലായിട്ട് ഒരു മെർക്കുറി നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഫ്രീലി റൊട്ടേറ്റിംഗ് ടൂത്ത് വീൽ കണ്ട, ഈ ഒരു വീല് ഈ മെർക്കുറിയില് ടച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിലൂടെ ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഈ വീല് റൊട്ടേറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണോ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണോ എന്നാണ് ചോദിക്കുന്നത്. ഈ വീല് റൊട്ടേറ്റ് ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. ഇത് നമ്മളോട് ജസ്റ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവിടെ കറണ്ട് ഒഴുകുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ്. ആദ്യത്തെ പോയിന്റ് കേട്ടാ, കറണ്ട് ഒഴുകുന്നത് കണ്ട ടോപ്പിൽ നിന്ന് ബോട്ടം, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട്. പിന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ്, നോർത്തിൽ നിന്ന് സൗത്തിലോട്ട്. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു. കറണ്ട് ഒഴുകുന്നത് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ടും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ്. അങ്ങനെയെങ്കിൽ ഫോഴ്സ് വരുന്നത് ഇങ്ങോട്ടായിരിക്കും.
ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് വരുന്നത്. നമുക്കതൊരു പിക്ചർ വെച്ചിട്ട് നമുക്കൊന്നുകൂടി അത് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളിവിടെ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനിലാണ് ഈ ഒരു വീല് റൊട്ടേറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. അതെങ്ങനെയാണ് നമ്മൾ പ്രസ്താവിക്കുന്നത്? ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് പറയുന്നത്. അതായത് ആദ്യം തന്നെ കണ്ട നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഫസ്റ്റ് ഫിംഗർ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ട് എന്ന് പറയുമ്പോൾ ടോപ്പിൽ നിന്ന് ബോട്ടം, അതായത് കണ്ടക്ടറിലൂടെ ഒഴുകുന്ന ആ ഒരു രീതി എന്ന് പറഞ്ഞത് കണ്ട കറണ്ടിനെ നമ്മൾ സെക്കൻഡ് ഫിംഗറിൽ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ തമ്പ് വന്നത് താഴത്തോട്ടാ കണ്ട, അതായത് താഴത്തെ ആ ഒരു ലെവലിലാണ് തമ്പ് നിൽക്കുന്നത്. അപ്പൊ ഇത് പോകുന്നത് ആ ഫോഴ്സ് പോകുന്നത് കണ്ട താഴത്തോട്ടാണ്. അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ് അവിടെ വരുന്നത്. അപ്പൊ ഈ ഒരു വീല് റൊട്ടേറ്റ് ചെയ്യുന്നത് കണ്ട ആന്റി ക്ലോക്ക് വൈസിലാണ് ആ ഒരു വീല് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലോ എന്ന് പറഞ്ഞത് ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. പറഞ്ഞ പോലെ തന്നെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വീല് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി ജസ്റ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ മാഗ്നറ്റിക് ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത് ടു സൗത്ത് ആണ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക്. അപ്പൊ കറണ്ടാണ് ആ ഒരു കണ്ടക്ടറിന്റെ ദിശയാണ് നമ്മൾ സെക്കൻഡ് ഫിംഗർ ആക്കി നമ്മൾ എടുത്തേക്കുന്നത്. അപ്പൊ കറണ്ട് വരുന്നത് ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് ആണെങ്കിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലോ എന്ന് പറയുന്നത് ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ അനുസരിച്ച് തമ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് ഫോഴ്സിനെ ആണെങ്കിൽ ഫോഴ്സ് വരുന്നത് ലെഫ്റ്റിന്ന് റൈറ്റിലോട്ടാണ്. കണ്ട ഈ ഒരു ഡയറക്ഷനിലാണ് ഫോഴ്സ് വരുന്നത്. അപ്പോൾ ആ ഒരു ഡയറക്ഷനിൽ വരുന്നത് ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്. അതുകൊണ്ടാണ് ഈ വീല് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യണം.